കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ട്രാൻസ്ഫർ പോളിസിയെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. എന്താണ് ഇതിന് പറയുന്നത്? വിദേശ താരങ്ങളെ എല്ലാവരും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ലോൺ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് വിട്ടു. അതിനകത്ത് ആർക്കും യാതൊരു വിധത്തിലുള്ള സങ്കടമോ പരാതിയോ പരിഭവമോ ഇല്ല. പക്ഷേ കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഡൊമസ്റ്റിക് താരങ്ങളെ പോലും പുറത്തേക്ക് പറഞ്ഞു വിടുന്ന അവസ്ഥ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെ ഹോം ഗ്രൗണ്ട് പ്ലേയേഴ്സ് ആയിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമികളിൽ കൂടി കളിച്ച് പഠിച്ച് വളർന്നു വന്ന താരങ്ങളായ അസറിന്റെയും ഐമന്റെയും കാര്യം ഭാവിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോസ്റ്റർ ബോയ്സ് ആയി മാറും എന്ന് നമ്മൾ എല്ലാവരും വിശ്വസിച്ചിരുന്ന ഈ രണ്ട് താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞു വിടുകയാണ്. ഫുട്ബോളിൽ പുതിയ ഓഫറുകൾ വരുമ്പോൾ പോകാതിരിക്കാൻ സാധിക്കുകയില്ല എന്ന് ഈ രണ്ട് താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കൂടി പറയുമ്പോൾ തന്നെ ദുഃഖം വെളിവാവുകയാണ്. അവർ വിദേശത്തേതെങ്കിലും ലീഗിലേക്കൊക്കെ പോയി കളിച്ച് നന്നാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചെടുത്തതെന്നും അവർ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തന്നെ ഏതെങ്കിലും ക്ലബിലേക്ക് പോയി ബെഞ്ച് വാമേഴ്സ് ആയിട്ടിരിക്കുന്ന ഒരു ദുരവസ്ഥയെ നമ്മൾ നിറകണ്ണുകളോടെ നോക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ ഇവിടുത്തെ പിഴച്ച മാനേജ്മെന്റിനും സിസ്റ്റത്തിനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം അവർക്ക് അഭിനന്ദനമായിട്ട് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ഇപ്പം ഐമനും അസറിനും കേരള ബ്ലാസ്റ്റേഴ്സിൽ ശോഭിക്കാനുള്ള എല്ലാ വേദികളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിൽ ഫ്രെഡിയും അസറും കൂടി ആയിരിക്കും കാര്യങ്ങൾ ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രെഡിയും ഐമനും കൂടി ആയിരിക്കും കാര്യങ്ങൾ ഹോൾഡ് ചെയ്യുക എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സാഹചര്യത്തിൽ അവിടെ അസറും പോയി ഐമനും പോയി ആരും ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. നമ്മളൊരു ഓൾ ഇന്ത്യ സ്ക്വാഡുമായിട്ട് ഇറക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ഷൈൻ ചെയ്യാൻ പറ്റിയ താരങ്ങളായിരുന്നു അസറും ഐമനും. ഈ രണ്ട് താരങ്ങളെയും കേരള ബ്ലാസ്റ്റേഴ്സ് ഏത് കോത്താഴത്തോട്ടാണ് പറഞ്ഞു വിടുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇത്തരത്തിൽ ഡൊമസ്റ്റിക് താരങ്ങളുടെ ഡിപ്പാർച്ചറിന്റെ പിന്നിൽ ഇവന്മാരെ എന്ത് വികാരമാണ് ജ്വലിപ്പിക്കുന്നതെന്ന് അറിയത്തില്ല. വിദേശ താരങ്ങൾ പോയതിന്റെ പേരിൽ ആരും കുറ്റം പറയത്തില്ലായിരുന്നു, കാരണം സിറ്റുവേഷൻ ഇങ്ങനെയാണ്. പക്ഷെ ഈ സിറ്റുവേഷന്റെ ഇടയിൽ കൂടെ നടത്തുന്ന മുതലെടുപ്പുണ്ടല്ലോ, ഒരിക്കലും ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലും കോസ്റ്റ് കട്ടിങ്ങിന്റെ കാര്യത്തിലൊക്കെ വിദേശ താരങ്ങളെ പറഞ്ഞു വിടുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടായിരുന്നു. പക്ഷെ അസറിനും ആലീമിനും ഒക്കെ താരതമ്യേന കുറഞ്ഞ പ്രതിഫലം തന്നെയാണ്. പക്ഷെ അവർ ഡിസേർവ് ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ പ്രതിഫലമാണ് അവർക്ക് കിട്ടുന്നതെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. അതെന്ത് തന്നെയാണെങ്കിൽ പോലും അവരെ ഹോൾഡ് ചെയ്യാൻ നിലവിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകൾക്ക് പറ്റുന്ന അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ എന്തിനാണ് ഇവിടുത്തെ കരോലിസ് കിങ്സും പിന്നെ ചാറ്റർജിയൊക്കെ തൊലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംശയം തന്നെയാണ്. ഇന്നലെ രാത്രി തന്നെ ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു, പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ വല്ലതൊക്കെ വിളിച്ച് പറയുന്നുള്ളത് കൊണ്ട് രാവിലെ ആക്കിയെന്നേ ഉള്ളൂ. അസറും ഐമനും ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോവുകയാണ്. പുതിയ ഓഫറുകൾ, പുതിയ ഫുട്ബോൾ അറ്റ്മോസ്ഫിയർ തേടി അവർ പോകുന്നു. കാരണം ഈ പിഴച്ച എക്കോ സിസ്റ്റത്തിൽ നിന്നാൽ അവരെ ഇങ്ങനെ ഇറച്ചിക്കോഴികളെ അടവച്ച് വിരിയിച്ച് വിൽക്കുന്ന ഒരു സെറ്റപ്പിലോട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. ഈ ഒരു ക്ലബും മാനേജ്മെന്റും എന്ത് തേങ്ങാക്കൊലയാണ് ചെയ്യുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല.